അത് തുടങ്ങുന്നത് സത്യമല്ലേ? ഞാൻ 3 ജില്ല കേൾക്കുന്നുണ്ട്. മലബാർ പ്രദേശത്ത് മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ, ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം എല്ലാം ഉണ്ട്. അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടറെ നിങ്ങൾ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. കുറെ നാളായി തുടങ്ങിയിട്ട് കുറെ പണി നടേശനാണെന്നാണ് പറയുന്നത്. അത് തുടങ്ങുന്നത് സത്യമല്ലേ? ഞാൻ 3 ജില്ല കേൾക്കുന്നുണ്ട്. മലബാർ പ്രദേശത്ത് മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ, ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം എല്ലാം ഉണ്ട്. അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടറെ നിങ്ങൾ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. കുറെ നാളായി തുടങ്ങിയിട്ട് കുറെ പണി നടേശനാണെന്നാണ് പറയുന്നത്. അത് തുടങ്ങുന്നത് സത്യമല്ലേ? ഞാൻ 3 ജില്ല കേൾക്കുന്നുണ്ട്. മലബാർ പ്രദേശത്ത് മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ, ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം എല്ലാം ഉണ്ട്. അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടറെ നിങ്ങൾ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. കുറെ നാളായി തുടങ്ങിയിട്ട് കുറെ പണി നടേശനാണെന്നാണ് പറയുന്നത്. Kerala Chief Minister is going to lead again. മൂന്നാമത്തെ തവണയും മുഖ്യമന്ത്രി ചീഫ് മിനിസ്റ്റർ പ്രശ്നം ഉണ്ടാക്കാനാണ് അതിന്റെ ഉദ്ദേശം. CPI മുഖ്യമന്ത്രി മാറണമെന്നല്ലേ ആവശ്യം? CPIയുടെ യോഗങ്ങളിലൊക്കെ വരുന്നുണ്ട് മുഖ്യമന്ത്രി മാറണം. ഈ ശിവഗിരി വന്നിട്ടൊരു സംവാദം ഉണ്ടാക്കുന്നത് ചെയ്യാറില്ല. കാരണം ഞാൻ ഒരു ഐക്യജാതിക്കാരനല്ലേ. ഞാൻ മുഖ്യമന്ത്രിയുടെ വണ്ടി കയറിയതല്ലേ ഇവിടുത്തെ നിങ്ങൾക്കെല്ലാം വലിയ പ്രശ്നം. ഒരു പ്രത്യേകക്കാരൻ കാണുകയും കൂട്ടത്തിൽ ചിലരെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു മുന്നോക്കക്കാരൻ കയറിയതെങ്കിലും കൊണ്ടുവരുന്ന ഒരു മുന്നോക്കക്കാരൻ ആ വണ്ടി കയറുമായിരുന്നു കൊണ്ടുവരുന്ന ഒരു ന്യൂനപക്ഷക്കാരൻ കയറുമായിരുന്നു കൊണ്ടുവരുന്ന ഈ പിന്നോക്കക്കാരനാണ് ഞാൻ ആ വണ്ടിയിൽ നിന്ന് കയറിയെന്ന് പറഞ്ഞ് നിങ്ങളിവിടെ എല്ലാം എന്നെ കൊല്ല ചെയ്തില്ലേ? ഇതൊക്കെ മര്യാദയാണോ? ഒരു പത്രശ്രമമാണ്. നിങ്ങളാണല്ലോ ഇപ്പൊ രാജ്യം ഭരിക്കുകയും നശിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് മീഡിയകളാണ് ഇപ്പൊ ഭരിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പൊന്നു പിള്ളേരെ എന്നെ വിട്ട് ഞാനൊരു പാവം പിടിച്ചൊരു സമുദായത്തിന്റെ പ്രവർത്തകനാണ്. നിങ്ങളൊന്നും മനസ്സിലാക്കണം, ഈഴവ സമുദായം ഇന്ന് ഇന്ത്യയിലെ ലോകത്തുണ്ടെന്ന് അറിയിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് നശിപ്പിക്കരുത്. ഞങ്ങൾ ആരുടെയും ഒന്നും പിടിച്ചു പറിക്കാൻ നടക്കുന്നില്ല. ഒരു ചാനലുകാരന്റെയും അവകാശം ഈ ചാനലിന്റെ പുറകെ ഒരുപാട് കൊള്ള നടത്തുന്ന ചാനലുകാരുണ്ട്. ആ കൊള്ളക്കാരുടെ പേര് ഞങ്ങൾ വരുന്നില്ല. പക്ഷെ എന്നെ ഉപദ്രവിക്കുക, ഞങ്ങളുടെ സമുദായം ഞങ്ങളുമായിട്ട് പോട്ടെ. മുഖ്യമന്ത്രി എന്താ കുഴപ്പം? മൂന്നാമത്തെ തവണയും വരുമെന്ന് ഞാൻ പറഞ്ഞുവെങ്കിൽ എന്താ തെറ്റി? കൂടെ നിന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ചും കൂടെ തിന്ന് കാലട്ടെ വിട്ടാൽ ഞാനാണ് ഉത്തരവാദി.
ആരായാലും നിരക്കില്ല. എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ നിന്നിട്ട് കൂടെ നിന്ന് ചവിട്ടാൻ അവൻ ചതിയൻ ചന്തുമാരാണ്. ബ്രൂട്ടോസ് നീയുമോ എന്ന് ചോദിച്ചപ്പോൾ ചോദിക്കേണ്ടി വരുന്നു. പറയേണ്ടതെല്ലാം അകത്ത് പറയണം, പുറത്തല്ല പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഈ മുഹൂർത്തത്തിൽ ഇതുപോലുള്ള സംവാദങ്ങളാണോ ഒരു ഐക്യത്തിന് നല്ലത്? ഒരിക്കലും നല്ലതല്ല. മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റം ആഗ്രഹിച്ച് നടത്തോട്ടെ, ഇലക്ഷൻ വരട്ടല്ലേ. മാറ്റം ആഗ്രഹിക്കുന്നത് മാറിക്കോട്ടെ, പുതിയൊരു വന്നോട്ടെ. അതെല്ലാം ജനവിധി നേടണം. അതിന് ഒന്നിച്ച് നിന്നവർ ഇതുവരെ 10 കൊല്ലം സുഖിച്ചില്ല എല്ലാവരും. എന്നിട്ട് ഈ 10ാമത്തെ കൊല്ലം കഴിയുമ്പോൾ ഇത്ര സൗന്ദര്യക്കുറവ് തോന്നുന്നതാ? മാന്യമല്ല, മര്യാദയല്ല. അത്രയുള്ളൂ. എന്താ കുഴപ്പം? ഇനിയും നയിക്കട്ടെ, മൂന്നാമതും നയിക്കട്ടെ. അതിന് എന്താ കുഴപ്പം? ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിട്ടെ, ഈ 10 കൊല്ലം ഇവിടെ ഒരു മാറാട് കലാപം ഉണ്ടായോ മിസ്റ്ററെ? വർഗീയ കലാപം ഉണ്ടായോ? പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എനിക്ക്. ഈ വർഗീയ കലാപകാരികളാണ് ഇപ്പൊ ഇവിടെ നടത്തുന്നത്. കലാപം ഇനിയും ഉണ്ടാക്കാനാണ്. മറ്റൊരു വന്നു കഴിഞ്ഞാൽ വർഗീയ കലാപം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കണ്ടുണ്ടായിരുന്നില്ലേ? അത് ഇനി ഉണ്ടാകണോ ഈ രാജ്യത്ത്? ഒരു മാറാട് കലാപം ഉണ്ടായില്ലേ? എന്തെല്ലാം കലാപം ഉണ്ടായി ഇവിടെ. ഇവിടെ ഈ 10 കൊല്ലം ഭരിച്ചിട്ട് വർഗീയ കലാപം ഉണ്ടായോ മിസ്റ്റർ? അത് മാത്രം നിങ്ങൾ കൊള്ളകളും ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട് പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ. കൊള്ള നടത്തിയവനെ പിടിക്കട്ടെപ്പാ, അതിനാർക്കാവശ്യം? കൊള്ള നടത്തിയവൻ ആരായാലും പിടിക്കട്ടെ. അതിന് പിണറായി എന്ത് ചെയ്ത്? അവർ ശക്തമായ നടപടി എടുക്കുന്നില്ലേ? കോടതി പറയുന്നത് എല്ലാം ചെയ്യുന്നത്. ആരെന്ത് ചെയ്ത് ശബരിമലയിൽ അവനെല്ലാം അനുഭവിക്കും. പിന്നെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ അയാൾ കൊള്ളക്കാരനാണെന്ന്? ആര്? പേര് കിടക്കണ ഒരുവനുണ്ടല്ല, പത്തനംതിട്ട കള്ളനാണെന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അത് പാർട്ടി പലർക്കും കാണും. ഉപ്പ് ഒന്നും വെള്ളം കുടിക്കപ്പാ. നടപടി എടുത്തിട്ടില്ല. അതൊക്കെ അവരോട് ചോദിക്കണം. അവര് അതിന്റെ തക്ക സമയത്ത് കാലങ്ങൾക്ക് വരുമ്പോ അവരെടുക്കും. വർഗീയവാദിയായിട്ട് എല്ലാവരും പറയുന്നത് എന്താ വർഗീയവാദി എന്ന് പറയാൻ കാരണം? യഥാർത്ഥ വർഗീയവാദികളായത് പറയാം. മലപ്പുറത്ത് ചെന്നപ്പോ ഞാന് എന്ത് പറഞ്ഞു? അങ്ങനെ എനിക്ക് പറയാൻ അവസരത്തിന് മിസ്റ്റർ സ്കൂളുകൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. അത് തുടങ്ങുന്നത് സത്യമല്ലേ? ഞാൻ 3 ജില്ല ഞങ്ങൾക്കുന്നുണ്ട് മലബാർ പ്രദേശത്ത്. യെസ്, വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായ ഒരു സാഹചര്യമാണുള്ളത്. മൈക്ക് തട്ടിമാറ്റി ശുഭിതനായി മടങ്ങുന്ന വെള്ളാപ്പള്ളി നടേശനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, എന്തായിരുന്നു ഈ പ്രകോപനത്തിന് കാരണമായത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനുമായുള്ള ബന്ധമാണത്. പ്രത്യേകിച്ചും ശബരിമല ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ വെച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോയത് വലിയ വിവാദമായിരുന്നു. CPM-ൽ നിന്ന് വിമർശനമുയർന്നു. CPI-യുടെ സംസ്ഥാന കൗൺസിൽ അത് രൂക്ഷ വിമർശനമുയർന്നു. അത് ചോദിച്ചാണ് തുടങ്ങിയത്. അദ്ദേഹം ചോദിച്ചത്, ഞാൻ എന്താ അയിത്തജാതിക്കാരനാണോ, മറ്റൊരു മുന്നാക്കക്കാരനാണ് ആ കാറിൽ കയറിയതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വേട്ടയാടുമായിരുന്നു? മാധ്യമോട് ചോദിച്ചു തുടങ്ങുകയായിരുന്നു. പിന്നീട് മലപ്പുറം പരാമർശം വന്ന് സംസാരിച്ച് വരുമ്പോഴാണ് വെള്ളാപ്പള്ളി വീണ്ടും ക്ഷുഭിതനായത്. പിണറായി സർക്കാർ ഇല്ലായിരുന്നുവെങ്കിൽ ഉള്ള കാലത്ത് ഇതുവരെ ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ടോ? മാറാട് ഇവിടെ ആവർത്തിച്ചോ? മറ്റു സർക്കാരുകളുടെ കാലത്തല്ലേ അതുണ്ടായെന്ന് ചോദിച്ചുകൊണ്ടാണ് പിണറായി വീണ്ടും സംസാരിച്ചത്. ചാനലിലെ മൈക്ക് തള്ളിമാറ്റി. അതിനിടെ വെള്ളാപ്പള്ളിക്കൊപ്പം ഉണ്ടായ ചില ആളുകൾ മാധ്യമങ്ങളോട് കയർക്കുകയും ചെയ്തു. വെള്ളാപ്പള്ളി നടേശൻ തന്നെ മൈക്ക് തട്ടിമാറ്റിയാണ് മുന്നോട്ട് പോയത്. പിണറായി വിജയൻ സർക്കാർ മൂന്നാമതും വരുമെന്ന് അദ്ദേഹം ആവർത്തിക്കുകയായിരുന്നു. എന്താണ് അതിൽ കുഴപ്പം? ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും പറയുമെന്ന് പറഞ്ഞ് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് പിണറായി സർക്കാർ തന്നെ വരുമെന്ന് അദ്ദേഹം ആവർത്തിക്കുകയായിരുന്നു. പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിച്ച CPI അദ്ദേഹം കണക്കറ്റ് വിമർശിക്കുകയും ചെയ്തു. ചതിയൻ ചന്തുമാരാണ് 10 വർഷം കൂടെ നിന്നെല്ലാം നേടിയെടുത്ത് ഇപ്പോൾ വിമർശിക്കുന്നത് എന്തിനെന്ന ചോദ്യമാണ് CPIയോട് വെള്ളാപ്പള്ളി ഉയർത്തിയത്. അതിനുശേഷമാണ് മലപ്പുറം സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ശുഭിതനായി മൈക്ക് തട്ടിമാറ്റി മുന്നോട്ട് പോയത്. അഭിലാഷ്, യെസ്, ഇതാണ് ഉണ്ടായ പശ്ചാത്തലം. നമ്മൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ആ ചോദ്യത്തിന് ഇടയിലായിരുന്നു അദ്ദേഹം ശുഭിതനായത്. പിണറായി വിജയൻ തന്നെ ആവർത്തിക്കും. അടുത്ത ഇത് ആദർശങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനാണെന്നാണ് പറയുന്നത്.
കേരള ചീഫ് മിനിസ്റ്റർ is going to lead again. മൂന്നാമത്തെ തവണയും മുഖ്യമന്ത്രി ചീഫ് എന്താ മിനിസ്റ്റർ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനാണ് അതിന്റെ ഉദ്ദേശം? CPI മുഖ്യമന്ത്രി മാറണമെന്നല്ല ആവശ്യം. CPI യോഗങ്ങളിലൊക്കെ വരുന്നുണ്ട്, മുഖ്യമന്ത്രി മാറണം. ഞാൻ ഈ ശിവേരി വന്നിട്ട് ഒരു സംവാദം ഉണ്ടാക്കുന്നത് ചെയ്യാറില്ല. കാരണം ഞാൻ ഒരു ഐത്യയാധികാരനല്ലേ. ഞാൻ മുഖ്യമന്ത്രിയുടെ വണ്ടി കയറിയതല്ലേ ഇവിടുത്തെ നിങ്ങൾക്കെല്ലാം വലിയ പ്രശ്നം. ഒരു പ്രത്യേകക്കാർ കാണുകയും കൂട്ടത്തിൽ ചിലരെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു മുന്നോക്കക്കാരൻ കയറിയതെങ്കിലും കൊണ്ടുവരുന്ന ഒരു മുന്നോക്കക്കാരൻ ആ വണ്ടി കയറുമായിരുന്നു കൊണ്ടുവരുന്ന ഒരു ന്യൂനപക്ഷക്കാരൻ കയറുമായിരുന്നു കൊണ്ടുവരുന്ന ഈ പിന്നോക്കക്കാരനാണ് ഞാൻ ആ വണ്ടിയിൽ നിന്ന് കയറിയെന്ന് പറഞ്ഞ് നിങ്ങളിവിടെ എല്ലാം എന്നെ കൊല്ല ചെയ്തില്ലേ? ഇതൊക്കെ മര്യാദയാണ്. ഒരു പത്രശ്രമമാണ്. നിങ്ങളാണല്ലോ ഇപ്പൊ രാജ്യം ഭരിക്കുകയും നശിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് മീഡിയകളാണ് ഇപ്പൊ ഭരിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പൊന്നു നേടാ പിള്ളേരെ എന്നെ വിട്ട് ഞാനൊരു പാവം പിടിച്ചൊരു സമുദായത്തിന്റെ പ്രവർത്തകനാണ്. നിങ്ങളൊന്നും മനസ്സിലാക്കണം, ഈഴവ സമുദായം ഇന്ന് ഇന്ത്യയിലെ ലോകത്തുണ്ടെന്ന് അറിയിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് നശിപ്പിക്കരുത്. ഞങ്ങൾ ആരുടെയും ഒന്നും പിടിച്ചു പറിക്കാൻ നടക്കുന്നില്ല. ഒരു ചാനലുകാരന്റെയും അവകാശം ഈ ചാനലിന്റെ പുറകെ ഒരുപാട് കൊള്ള നടത്തുന്ന ചാനലുകാരുണ്ട്. ആ കൊള്ളക്കാരുടെ പേര് ഞങ്ങൾ വരുന്നില്ല. പക്ഷെ എന്നെ ഉപദ്രവിക്കാൻ ഞങ്ങളുടെ സമുദായം ഞങ്ങളുമായിട്ട് പോട്ടെ. മുഖ്യമന്ത്രി എന്താ കുഴപ്പം? മൂന്നാമത്തെ തവണയും വരുമെന്ന് ഞാൻ പറഞ്ഞുവെങ്കിൽ എന്താ തെറ്റി? കൂടെ നിന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ചും കൂടെ നിന്ന് കാലട്ടെ വിട്ടാണെങ്കിൽ ഞാനാണ് ഉത്തരവാദി. ആരായാലും നിരക്കില്ല. എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ നിന്നിട്ട് കൂടെ നിന്ന് ചവിട്ടാൻ അവൻ ചതിയൻ ചന്തുമാരാണ്. ബ്രൂട്ടോസ് നീയുമോ എന്ന് ചോദിക്കേണ്ടി വരുന്നു. പറയേണ്ടതെല്ലാം അകത്ത് പറയണം, പുറത്തല്ല പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഈ മുഹൂർത്തത്തിൽ ഇതുപോലുള്ള സംവാദങ്ങളാണോ ഒരു ഐക്യത്തിന് നല്ലത്? ഒരിക്കലും നല്ലതല്ല. മാറ്റം ആഗ്രഹിച്ച് നടത്തോട്ടെ, ഇലക്ഷൻ വരട്ടല്ലേ. മാറ്റം ആഗ്രഹിക്കുന്നത് മാറിക്കോട്ടെ, പുതിയൊരു വന്നോട്ടെ. അതെല്ലാം ജനവിധി നേടണം. അതിന് ഒന്നിച്ച് നിന്നവർ ഇതുവരെ 10 കൊല്ലം സുഖിച്ചില്ലേ എല്ലാവരും. എന്നിട്ട് ഈ 10ാമത്തെ കൊല്ലം കഴിയുമ്പോൾ ഇത്ര സൗന്ദര്യക്കുറവ് തോന്നുന്നതാ? മാന്യമല്ല, മര്യാദയല്ല. അത്രയുള്ളൂ. എന്താ കുഴപ്പം? ഇനിയും നയിക്കട്ടെ, മൂന്നാമതും നയിക്കട്ടെ. അതിന് എന്താ കുഴപ്പം? ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിട്ടെ, ഈ 10 കൊല്ലം ഇവിടെ ഒരു മാറാട് കലാപം ഉണ്ടായോ മിസ്റ്ററെ? വർഗീയ കലാപം ഉണ്ടായോ? പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എനിക്ക്. ഈ വർഗീയ കലാപകാരികളാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. കലാപം ഇനിയും ഉണ്ടാക്കാനാണ്. മറ്റൊരു വന്നു കഴിഞ്ഞാൽ വർഗീയ കലാപം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കണ്ടുണ്ടായിരുന്നില്ലേ? അത് ഇനി ഉണ്ടാകണോ ഈ രാജ്യത്ത്? ഒരു മാറാട് കലാപം ഉണ്ടായില്ലേ? എന്തെല്ലാം കലാപം ഉണ്ടായി ഇവിടെ ഈ 10 കൊല്ലം ഭരിച്ചിട്ട് വർഗീയ കലാപം ഉണ്ടായോ മിസ്റ്റർ? അത് മാത്രം നിങ്ങൾ അടക്കമുള്ള കൊള്ളകളും ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട് പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ. അത് കൊള്ള നടത്തിയവനെ പിടിക്കട്ടെ. അതിനാർക്കാവശ്യം? കൊള്ള നടത്തിയവൻ ആരായാലും പിടിക്കട്ടെ. അതിന് പിണറായി എന്ത് ചെയ്ത്? അവർ ശക്തമായ നടപടി എടുക്കുന്നില്ലേ? കോടതി പറയുന്നത് എല്ലാം ചെയ്യുന്നത്. ആരെന്ത് ചെയ്ത് ശബരിമലയിൽ അവനെല്ലാം അനുഭവിക്കും. പിന്നെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ അയാൾ കൊള്ളക്കാരനാണെന്ന്? ആര്? പേര് കിടക്കുന്ന ഉണ്ടല്ല പത്തനംതിട്ട കള്ളനാണെന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അത് പാർട്ടി പലർക്കും കാണും. ഉപ്പ് ഒന്നും വെള്ളം കുടിക്കപ്പാ. നടപടി എടുത്തിട്ടില്ല. അതൊക്കെ അവരോട് ചോദിക്കണം. അവര് അതിന്റെ തക്ക സമയത്ത് കാലങ്ങൾക്ക് വരുമ്പോ അവരെടുക്കും. എന്താ വർഗീയവാദി എന്ന് പറയാൻ കാരണം? യഥാർത്ഥ വർഗീയവാദികളായത് പറയാം. മലപ്പുറത്ത് ചെന്നപ്പോ ഞാൻ എന്ത് പറഞ്ഞു? അങ്ങനെ എനിക്ക് പറയാൻ അവസരത്തിന് മിസ്റ്റർ അത് തുടങ്ങും. സത്യമല്ലേ? ഞാൻ 3 ജില്ല കേൾക്കുന്നുണ്ട് മലബാർ പ്രദേശത്ത്. മലപ്പുറത്തുണ്ടോ? വയനാടുണ്ടോ? കാസർഗോഡുണ്ടോ? ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞുപോയി. സ്ഥലം എല്ലാം ഉണ്ട്. അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടറെ നിങ്ങൾ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. ഞാൻ കുറെ നാളായി തുടങ്ങിയിട്ട് കുറെ പണി.
കേരള ചീഫ് മിനിസ്റ്റർ is going to lead again. മൂന്നാമത്തെ തവണയും മുഖ്യമന്ത്രി ചീഫ് എന്താ മിനിസ്റ്റർ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനാണ് അതിന് ഉദ്ദേശം. CPI ഒക്കെ മുഖ്യമന്ത്രി മാറണമെന്നല്ലേ ആവശ്യം? CPI യുടെ യോഗങ്ങളിലൊക്കെ വരുന്നത് മുഖ്യമന്ത്രി മാറണം. ഞാൻ ഈ ശിവഗിരി വന്നിട്ട് ഒരു സംവാദം ഉണ്ടാക്കുന്നത് ചെയ്യാറില്ല. കാരണം ഞാൻ ഒരു ഐത്യയാധികാരനല്ലേ. ഞാൻ മുഖ്യമന്ത്രിയുടെ വണ്ടി കയറിയതല്ലേ ഇവിടുത്തെ നിങ്ങൾക്കെല്ലാം വലിയ പ്രശ്നം. ഒരു പ്രശ്നക്കാരൻ കാണുക കൂട്ടത്തിൽ ചിലരെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു മുന്നോക്കക്കാരൻ കയറിയതെങ്കിലും കൊണ്ടുവരുന്ന ഒരു മുന്നോക്കക്കാരൻ ആ വണ്ടി കയറുമായിരുന്നു കൊണ്ടുവരുന്ന ഒരു ന്യൂനപക്ഷക്കാരൻ കയറുമായിരുന്നു കൊണ്ടുവരുന്ന ഈ പിന്നോക്കക്കാരനാണ് ഞാൻ ആ വണ്ടിയിൽ നിന്ന് കയറിയെന്ന് പറഞ്ഞ് നിങ്ങളിവിടെ എല്ലാം എന്നെ കൊല്ല ചെയ്തില്ലേ? ഇതൊക്കെ മര്യാദയാണ്. ഒരു പത്രമാണ്. നിങ്ങളാണല്ലോ ഇപ്പൊ രാജ്യം ഭരിക്കുകയും നശിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് മീഡിയകളാണ് ഇപ്പൊ ഭരിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പൊന്നു നേടാ പിള്ളേർ എന്നെ വിട്ട് ഞാനൊരു പാവം പിടിച്ചൊരു സമുദായത്തിന്റെ പ്രവർത്തകനാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈഴവ സമുദായം ഇന്ന് ഇന്ത്യയിലെ ലോകത്തുണ്ടെന്ന് അറിയിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ നശിപ്പിക്കരുത്. ഞങ്ങൾ ആരുടെയും ഒന്നും പിടിച്ചു പറിക്കാൻ നടക്കുന്നില്ല. ഒരു ചാനലുകാരന്റെയും അവകാശം ഈ ചാനലിന്റെ പുറകെ ഒരുപാട് കൊള്ള നടത്തുന്ന ചാനലുകാരുണ്ട്. ആ കൊള്ളക്കാരുടെ വിവരം ഞങ്ങൾ വരുന്നില്ല.